സ്വർഗവും നരകവും അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം. പലരും, ഭൂരിപക്ഷം വിശ്വാസികളും സ്വർഗത്തിൽ പോകാനായി കാത്തിരിക്കുന്നു, അതിനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അവരതിനെ സഹായിക്കാനായി പല ആളുകൾ തത്രപ്പെടുന്നു. എന്നാൽ സ്വർഗമാകട്ടെ നരകമാകട്ടെ, അതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു യഥാർത്ഥത്തിലുണ്ടോ? സ്വർഗത്തിൽ വിശ്വസിക്കാത്തവർക്കും അവിടെ പോകണമെന്ന് താല്പര്യമുണ്ട്. അതാണ് മനുഷ്യ അവസ്ഥയുടെ ഒരു പ്രത്യേകത. കാരണം ഈ ലോകത്തിൽ ജീവിച്ചത് മുഴുവനും വല്ലതും കിട്ടാൻ വേണ്ടി മാത്രമാണ്. കിട്ടാൻ വേണ്ടിയുള്ള ദാഹം മാത്രം അറിയുന്ന ഒരു വ്യക്തിക്ക് മരിച്ചു കഴിഞ്ഞാലും കിട്ടണം, അതുകൊണ്ട് സ്വർഗം കിട്ടണം എന്ന് താല്പര്യപ്പെടുന്ന ആളുകൾ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ഏറ്റവും ഭയപ്പെടുന്നത് എന്തെങ്കിലും നഷ്ടമാകുമോ, കള്ളൻ വരുന്ന് തുരന്ന് മോഷ്ടിക്കുമോ, എൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുമോ. അങ്ങനെയുള്ളവർക്ക് മരിച്ചു കഴിഞ്ഞാലും അതേ ഭയം. നരകത്തിൽ ചെന്ന് വീഴുമോ, കിട്ടാനുള്ളത് കിട്ടാതെ വരുമോ, എനിക്ക് സ്വർഗം കിട്ടേണ്ടത് പോലെ നരകം കിട്ടുമോ, അതുകൊണ്ട് നരകത്തിൽ പോകണ്ട എന്ന ഒരു താല്പര്യം. യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഇതിനെപ്പറ്റി നാം ചിന്തിച്ച് തുടങ്ങേണ്ട ആവശ്യമുണ്ട് എന്നൊരു വലിയ അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദയവായി നിങ്ങൾ ഇതിലെ ഉള്ളടക്കം ശ്രദ്ധിക്കണം. നമുക്ക് സുവിശേഷങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആശ്രയിച്ച് ചിന്തിക്കാം. ഞാൻ നാളിതുവരെ നടത്തിയ പല അന്വേഷണങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമുക്ക് വ്യക്തമായി ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ വളരെ ലളിതമായ ഒരു ഫ്രെയിം വർക്ക് ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞു, യാക്കോബ് അത് പറയുന്നു, പത്രോസ് ഇത് പറയുന്നു, യോഹന്നാൻ ഇത് പറയുന്നു, പിന്നെ പഴയ നിയമത്തിൽ ഇത് എഴുതിയിരിക്കുന്നു, പ്രവാചക പുസ്തകത്തിൽ അങ്ങനെ ആദ്യ 5 പുസ്തകങ്ങളിൽ ഇങ്ങനെ സങ്കീർത്തനക്കാരനത് പറയുന്നു. ഇങ്ങനെ ആകെപ്പാടെ ഒരു വലിയ കൊളാമറിച്ചിലാണ്. അതുകൊണ്ട് ആർക്കും യാതൊരു വ്യക്തതയുമില്ല. അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം, യേശു എന്ത് വെളിപ്പെടുത്തിയോ അതിനെ മാത്രം ആശ്രയിച്ച് ചിന്തിക്കുക. എനിക്ക് ആവശ്യമായതെല്ലാം, മനുഷ്യരാശിക്ക് ആവശ്യമായതെല്ലാം യേശു വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതിനെ കേന്ദ്രീകരിച്ച് ചിന്തിക്കുക. മറ്റുള്ള കാര്യങ്ങൾ പരിഗണിക്കരുതെന്നല്ല ഞാനീ പറയുന്നത്. നമുക്ക് ആധികാരികമായി ആശ്രയിച്ച് ഒരു തട്ടത്തിൽ നിന്ന് ചിന്തിച്ചാൽ മാത്രമേ വ്യക്തതയുണ്ടാകുകയുള്ളൂ. പല തട്ടങ്ങളിൽ ഒരേ സമയത്ത് കാല് ചവിട്ടി വ്യക്തതയോടെ ചിന്തിക്കാൻ സാധ്യമല്ല എന്നത് ലളിതമായ സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് യേശു പറഞ്ഞതിനെയും വെളിപ്പെടുത്തിയതിനെയും മാത്രം ആശ്രയിച്ച് ഈ സങ്കീർണമായ വിഷയത്തെപ്പറ്റി എനിക്ക് ഇതുവരെ മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. ഇതിൻ്റെ സൂചനയായി യേശുവിൻ്റെ പരീക്ഷ, ആദ്യത്തെ പരീക്ഷ. സാത്താൻ യേശുവിനോട് പറയുന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കാം. അപ്പോൾ യേശു പ്രതികരിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനെ പല വിധത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും 2 സാധ്യതകളുണ്ട്. അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ജീവിത രീതിയും അതിൻ്റേതായ വ്യക്തിത്വവും. എന്നാൽ അപ്പം മാത്രം പോരാ, എൻ്റെ അവസ്ഥയുടെ മനുഷ്യത്വത്തിൻ്റെ പ്രത്യേകത നിലനിൽക്കുന്നത് കൊണ്ട് അപ്പത്തിന് അതീതമായ ഒരാവശ്യവും, ഭൗതികമായ അപ്പം തിന്നാൽ മാറാത്തൊരു വിശപ്പ് എനിക്കുണ്ട്. അത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ നിത്യമായ പ്രത്യേകതയെ അടയാളപ്പെടുത്തുന്നു. അതുകൊണ്ട് അപ്രകാരമുള്ള വിഭവങ്ങളും എനിക്ക് ആവശ്യമാണ്. അത് ദൈവവചനത്തിൽ നിന്നാണ് ഞാൻ പ്രാപിക്കേണ്ടത് എന്ന അറിവ്. അപ്പോൾ 2 തരത്തിലുള്ള 2 ജീവിതങ്ങൾ.
അല്ലെങ്കിൽ രണ്ട് തോതിൽ, രണ്ട് തട്ടത്തിൽ ഒരേ സമയത്ത് ജീവിക്കേണ്ട ഒരവസ്ഥയാണ് മനുഷ്യൻ്റേത്. ഇതാണ് വാസ്തവത്തിൽ മനുഷ്യാവസ്ഥയെ പറ്റിയുള്ള ആത്മീകമായ കാഴ്ചപ്പാട്. ഒന്ന് രണ്ടാണ്, അല്ലെങ്കിൽ ഒന്നിൽ രണ്ട് ശിഖരങ്ങൾ. മനുഷ്യൻ്റെ ജീവിതം ഒരു വൃക്ഷമായി നാം വിഭാവന ചെയ്താൽ ഈ വൃക്ഷത്തിന് രണ്ട് ശിഖരങ്ങളുണ്ട്. ഒന്ന് ഭൗതികം, ഒന്ന് ഭൗമം, മറ്റേത് അഭൗമം. ഒന്ന് പ്രകടമായത്, മറ്റേത് ഇനി പ്രകടമാകാൻ പോകുന്നത്. ഒന്ന് അപൂർണം, മറ്റേത് അപൂർണത്തെ പൂർണ്ണമാക്കുവാൻ സഹായിക്കുന്ന ഏക ഘടകം. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയായി ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അവസ്ഥയിൽ കൂടെ മാത്രമേ സ്വർഗത്തെയും നരകത്തെയും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ മുൻപോട്ട് പോയി ചിന്തിക്കാൻ ശ്രമിക്കും. നമ്മൾ സാധാരണഗതിയിൽ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സംഭവത്തോട് പ്രതികരിക്കുന്നു. നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വളരെ ശ്രദ്ധിക്കുക, നാം എങ്ങനെയാണ് കാരണം ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, യേശു തൻ്റെ പഠിപ്പീരിൽ ദർശനത്തിൽ നാം എപ്രകാരം പ്രതികരിക്കുന്നു എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ് എന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരെങ്കിലും ഒരു ചീട്ടത്തടിച്ചാൽ മറ്റേ ചീട്ട് കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ആളുകൾ നിങ്ങളോട് എന്ത് ചെയ്യുന്നു എന്നതല്ല, നിങ്ങൾ അവരോട് എപ്രകാരം പ്രതികരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം അങ്ങനെ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ ആളുകൾ നിങ്ങളോട് ഭൗതികമായ ഘടകങ്ങളും കാഴ്ചപ്പാടും താല്പര്യവും പ്രവണതയും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്ന വിധത്തിൽ കൂടെ ഈ ഭൗമമായ ലോകത്തിന് അതീതമായ അഭൗമമായ ഒരു ലോകമുണ്ട്. ആ ലോകത്തിൻ്റെ മർമ്മവും പ്രവർത്തന സ്വഭാവവും നീ അവലംബിച്ചിരിക്കുന്ന പ്രവർത്തന സ്വഭാവത്തിൻ്റെയും രീതിയുടെയും വിരുദ്ധമാണ്, അതിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളതാണ് എന്ന് നമുക്ക് ലോകത്തിൻ്റെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുവാൻ നമ്മുടെ പ്രതികരണങ്ങളാണ് സഹായിക്കുന്നത് എന്ന വളരെ ശ്രദ്ധേയമായ ഒരു വെളിപ്പെടുത്തലാണ് യേശു അവിടെ നടത്തിയിട്ടുള്ളത് എന്നതിനെപ്പറ്റി വേണ്ടതുപോലെ വ്യക്തത നമ്മുടെ ഇടയിലില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അപ്പോൾ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. അത് യേശു പറഞ്ഞല്ലോ, രണ്ട് വഴി, ഇടുങ്ങിയ വഴി, വിശാലമായ വഴി. വിശാലമായ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം. രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഈ ലോകത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ ലോകത്തിൻ്റെ മർമ്മവും സങ്കല്പങ്ങളും ധാരണകളും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കും. ഉദാഹരണമായിട്ട് ആരെങ്കിലും ഒരു ചെകിട്ട തടിച്ചു, എൻ്റെ ഒരു ചെകിട്ട തടിച്ചു. ലോകം എന്നോടെന്ത് പറയുന്നു? കഴിയുമെങ്കിൽ അവൻ്റെ ചെകിട്ടത്ത് 2 അടി വെച്ച് കൊടുക്കുക, അവൻ്റെ പല്ല് പറിച്ച് കളയാം. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ഈ ലോകത്തിൻ്റെ മർമ്മത്തെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ വ്യക്തിത്വം ഭൗതികം മാത്രമാണെങ്കിൽ, ഈ ലോകത്തിൻ്റെ മാത്രം വ്യക്തിത്വമാണെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തിത്വത്തെ ലോകം അറിയുന്നത് പോലെ മാത്രമാണ് നമ്മുടെയും വ്യക്തിത്വമെങ്കിൽ, ഒരു അടിക്ക് മറ്റൊരടി എന്നതിനപ്പുറത്ത് കടന്ന് ചിന്തിക്കുവാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. അപ്പോൾ നാം ആത്മീയമായ വ്യക്തിത്വം പ്രാപിച്ചോ ഇല്ലയോ എന്നതിൻ്റെ ഏറ്റവും ആധികാരികമായ തെളിവ് ലോകത്തിൻ്റെ മർമ്മങ്ങളെ അതിജീവിച്ച് നമുക്ക് ജീവിത അവസ്ഥകളോട് പ്രതികരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതാണ്. ഉദാഹരണമായിട്ട് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും പ്രത്യേകിച്ച് ധാർമ്മികമായ പ്രശ്നങ്ങൾ, അധഃപതനങ്ങൾ നിറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളോട് പ്രതികരിക്കേണ്ടി വരുമ്പോൾ അവർ അതിൽ നിന്ന് ഈ മുതല
പ്രതികൂല സാഹചര്യം വരുമ്പോൾ അതിൻ്റെ തോടിനുള്ളിലേക്ക് വലിയുന്നത് പോലെ അങ്ങ് വലിഞ്ഞു പോകുന്നതാണ് നാം കാണുന്നത്. കാരണം ലോകത്തിൻ്റെ ബുദ്ധി അതാണ്. എന്തിനാണ് അനാവശ്യമായിട്ട് ഈ തലവേദന വലിച്ചു വെക്കുന്നത്? ഇതെൻ്റെ പ്രശ്നമല്ല, എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കുക. ആമ അങ്ങനെയാണ്, എൻ്റെ കാര്യം മാത്രം. അപ്പോൾ ഞാനിതിനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടും. അപ്പോൾ എന്നെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യത്തിൽ ഞാൻ പേപ്പട്ടിയെ പോലെ കടിക്കാൻ എനിക്കറിയാം. പക്ഷേ മറ്റുള്ളവരെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഞാൻ തലയിട്ട് എന്തിനാണ് അനാവശ്യമായ അപകടവും തലവേദനയും വിളിച്ചു വരുത്തുന്നത് എന്ന ഇതിന് സാമാന്യ ബുദ്ധി എന്ന് പറയും. അതായത് ലോകത്തിൻ്റെ ബുദ്ധി. എന്നാൽ യേശു പറയും, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവൻ ഭാഗ്യവാൻ. വിശപ്പും ദാഹവും സ്വന്തമായ വിശപ്പും ദാഹവുമല്ല, എനിക്ക് നീതി വേണം എന്ന വിശപ്പും ദാഹവുമല്ല. നീതി എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ എത്രമാത്രം താല്പര്യപ്പെടുന്നുവോ അതുപോലെ തന്നെ അപരനും നീതി ലഭിക്കണം എന്ന ആ വിശപ്പും ദാഹവുമാണ്. അങ്ങനെ ഒരു വിശപ്പും ദാഹവും അറിയണമെങ്കിൽ ഈ ലൗകികമായ വ്യക്തിത്വം കൊണ്ടോ അതിൻ്റെ കാഴ്ചപ്പാട് കൊണ്ടോ ഒരിക്കലും സാധ്യമല്ല. അതിന് സ്വർഗീയമായ ഒരു കാഴ്ചപ്പാട്, ഒരു വെളിച്ചവും ഉണ്ടാകണം. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗമുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഏക തെളിവായി ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തോടുള്ള എൻ്റെ ജീവിത അവസ്ഥകളും അതിൽ കാലാകാലങ്ങളിൽ ഉത്ഭവിക്കുന്ന അനുഭവങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ഇവയോട് ഞാൻ പ്രതികരിക്കുന്ന വിധത്തിൽ സ്വർഗീയമായ മർമ്മത്തെ എനിക്ക് പ്രയോജനപ്പെടുത്തുവാൻ, ഉപയോഗിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ സാക്ഷിയായിത്തീരുന്നു. ഞാനീ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ആശയങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുക എളുപ്പമല്ല എന്ന് നിങ്ങൾ ഇതൊന്ന് ആവർത്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും. ഞാനതൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കട്ടെ. സ്വർഗമുണ്ടോ ഇല്ലയോ, അതിനിപ്പോൾ എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഉത്തരം എന്താണ്? ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ചെകിട്ടത്ത് അടിച്ചു. ആ സമയത്ത് ഞാൻ അതിനോട് എങ്ങനെ പ്രതികരിക്കണം? അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഞാനിതെങ്ങനെ തീരുമാനിക്കും? ഞാനിത് തീരുമാനിക്കുന്നത് ഒന്നുകിൽ ലോകത്തിൻ്റെ മർമ്മം, ലോകത്തിൻ്റെ നാട്ടു നടപ്പ് എന്താണ്? ആരെങ്കിലും അടിച്ചാൽ നീ ഒരു പൊട്ടീര് വെച്ച് കൊടുക്കുക. ഈ നിയമം അങ്ങനെയാണ്. ഇക്വിവലൻസ് ഓഫ് ഒഫൻസ് ആൻഡ് പണിഷ്മെൻറ്റ്. ഒരു പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. അതാണ് നിയമം. അതിനപ്പുറത്ത് കിടക്കത്ത് സാധ്യമല്ല. കാരണം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അത് മാത്രമാണ്, അതിനപ്പുറത്ത് പോകാൻ സാധ്യമല്ല. നിൻ്റെ ചുവട്ടത്തടിച്ചാൽ അത് സഹിച്ചോണമെന്ന് നിയമം ഒരിക്കലും പറയും. ആരെങ്കിലും നിൻ്റെ പുതപ്പ് എടുത്തുകൊണ്ട് പോയാൽ അതിൻ്റെ ഷർട്ടും കൂടെ കൊടുക്കണമെന്ന് നിയമം ഒരിക്കലും പറയുകയില്ല. കാരണം ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് വിലയില്ലാത്ത, അർത്ഥമില്ലാത്ത, ഒരിക്കലും സാധ്യമാകാത്ത, ആകരുതാത്ത ഒരു മർമ്മമാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ കണ്ണിൽ കൂടെയും ഈ ലോകത്തിൻ്റെ സംസ്കാര പരിധിയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഇത് ഇപ്രകാരം മാത്രമേ പ്രതികരിക്കാൻ സാധ്യമാകുകയുള്ളൂ. കഴിയുമെങ്കിൽ 2 അടി കൊടുക്കുക, ഒരടിക്ക് പകരം. എന്നാൽ അതേ സമയത്ത് യേശു പറയുന്നു, ആരെങ്കിലും ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിടൂടെ കാണിച്ചു കൊടുക്കുക. അത് ഈ ലോകത്തിൻ്റെ മർമ്മമേ അല്ല, ഒരിക്കലുമല്ല, ആകത്തുമില്ല. എങ്കിൽ അത് മറ്റൊരു ലോകത്തിൻ്റെ മർമ്മമാണ്. ആ ലോകം യാഥാർത്ഥ്യമായതുകൊണ്ടാണ്, ആകുന്നത് കൊണ്ടാണ് ഇപ്രകാരം ലോകത്തിൻ്റെ മർമ്മത്തിന് അതീതമായ മർമ്മം അനുസരിച്ച് പ്രതികരിക്കുവാൻ നിനക്ക് ഇടയാകേണ്ടത്. അപ്പോൾ നീ ആ ലോകത്തിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നതിൻ്റെ ഏക തെളിവെന്താണ്? നീ ആ ലോകത്തിൻ്റെ ദർശനത്തെയും മർമ്മത്തെയും മാനദണ്ഡത്തെയും അനുസരിച്ച് അതിനനുയോജ്യമായി പ്രവർത്തിക്കുന്നു, പ്രതികരിക്കുന്നു. അപ്പോൾ സ്വർഗമുണ്ടോ നരകമുണ്ടോ? നമുക്കറിയാം, ചില ആളുകളല്ല, ഭൂരിപക്ഷം ആളുകളും
അവരെ എവിടെ കൊണ്ട് ആക്കിയാലും അവിടെ നരകം സൃഷ്ടിക്കുവാൻ വിദഗ്ധരാണ്. നിങ്ങൾ തീർച്ചയായും അങ്ങനെയുള്ള അനേകം പേരെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിക്കാണും. പക്ഷേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇയാൾ എന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, ഇവൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചുമ്മാതെ ചോദിക്കുകയല്ലാതെ അതിൻ്റെ യഥാർത്ഥ മർമ്മം തിരിച്ചറിയുവാൻ കൂട്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനേക തവണ ഏറിയതും കുറഞ്ഞതുമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്ഭുതപ്പെട്ടു പോകും. ചില വ്യക്തികളെ ഏത് സാഹചര്യത്തിൽ കൊണ്ട് ആക്കിയാലും അവരവിടെ നരകം സൃഷ്ടിച്ചിരിക്കും. അതിൽ നാം മനസ്സിലാക്കേണ്ടത് അവർ നരകത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർ നരകത്തിൽ വിശ്വസിക്കുന്നു, നരകത്തിൻ്റെ പൗരത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നത് അവർക്ക് ബോധമില്ലായിരിക്കും. മനുഷ്യർ പ്രവർത്തിക്കുന്ന ഒട്ടുമുക്കാലും ബോധരഹിതമായിട്ടാണെന്ന് യേശു ക്രൂശിൽ നിന്ന് സാക്ഷീകരിച്ച തരുണത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ നരകമുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നരകത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളും, അതാണ് ഇതിനകത്ത് ഏറ്റവും മനോഹരമായ കാര്യം, ചിന്തനീയമായ കാര്യം. ഞാൻ നരകത്തിലും സ്വർഗത്തിലും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾ പ്രവൃത്തിയിൽ വരുമ്പോൾ നരകത്തിൻ്റെ മർമ്മത്തെ ആശ്രയിച്ച് മാത്രം പ്രവർത്തിക്കുന്നു, പ്രതികരിക്കുന്നു. അവർ നരകത്തിൻ്റെ സാക്ഷികളായിത്തീരുന്നു. നരകമില്ല എന്ന് വാഗൊണ്ട് പറയുമ്പോൾ അവർ നരകത്തിൻ്റെ സാക്ഷികളായിത്തീരുന്നു. ഇങ്ങനെയുള്ള സങ്കീർണമായ സൂക്ഷ്മമായ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. അപ്പോൾ സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്ന് തെളിവെല്ലാം ഉണ്ടോ? സഹോദര സഹോദരി ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് എൻ്റെ തെളിവ്. നീ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഇതിനോട് അനുബന്ധിച്ച് പറയാനുള്ളത്, നമുക്കറിയാം പകലുണ്ടെങ്കിൽ രാവുമുണ്ട്, രാവുണ്ടെങ്കിൽ പകലുമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഉഷസ്സിൽ കരച്ചിൽ വന്ന് രാപാർക്കും, രാത്രിയിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. Weeping shall endure through the night, but joy comes in the morning. കരച്ചിൽ വന്ന് രാപാർക്കും, പക്ഷേ ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഇപ്പോൾ നീ കരയുന്നവനാണ്, എന്നാൽ ആനന്ദം അധികം ദൂരമല്ല. ഇപ്പോൾ നിനക്ക് രാത്രിയാണ്, നിൻ്റെ പ്രഭാതം അടുത്തിരിക്കുന്നു. ഇത് ജീവിത യാഥാർത്ഥ്യമാണ്. അത് ഈ ലോകത്തിലാണെങ്കിലും പരലോകത്തിലാണെങ്കിലും. അപ്പോൾ ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ കൂടെ നരകത്തെ സാക്ഷീകരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നല്ല സാഹചര്യങ്ങളുടെ മധ്യത്തിലും ആക്കി വയ്ക്കപ്പെടുന്ന വ്യക്തികളോട് നരകം സൃഷ്ടിക്കുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് താലന്തുകളുടെ ഉപമയിൽ ഒരു താലന്ത് ലഭിച്ച ആ വ്യക്തിയുടെ നേട്ടം. അവൻ എന്ത് ചെയ്തു? അവന് കിട്ടിയ താലന്ത് ഉപയോഗിച്ച് അവൻ നരകമുണ്ടാക്കി. അവന് തന്നെ അവൻ നരകമുണ്ടാക്കി. അതാണ് ആ ഉപമയുടെ പ്രത്യേകത. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമല്ല. അത് ധനപരമായി നോക്കുമ്പോൾ $75,000 തുല്യമാണെന്നാണ് പറയുന്നത്. അത് കൊച്ചു തുകയൊന്നുമല്ല. എൻ്റെ ആജീവനാന്ത സമ്പാദ്യത്തേക്കാൾ വളരെ കൂടുതലാണത്. അപ്പോൾ തുച്ഛമായ കാര്യമൊന്നും. പക്ഷേ അതുകൊണ്ടുപോയി നന്നായി അധ്വാനിച്ച് കുഴിച്ചിട്ടു. അവൻ നരകമുണ്ടാക്കി. അനുഗ്രഹം കൊടുത്തപ്പോൾ അനുഗ്രഹം കൊണ്ടവൻ നരകമുണ്ടാക്കി. അപ്പോൾ നരകമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷി ആരാണ്? അവൻ തന്നെയാണ്. പക്ഷേ അവൻ ആ കുഴിച്ചപ്പോൾ, അവൻ്റെ താലന്ത് കുഴിച്ചിട്ടപ്പോൾ നരകം എന്നൊരു യാഥാർത്ഥ്യത്തിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അവൻ അറിയുകയോ വിശ്വസിക്കുകയോ ചെയ്യാതിരുന്ന നരകം എന്ന തത്വത്തെ ആശ്രയിച്ചാണ് അവനപ്പോൾ പ്രവർത്തിച്ചത്. അത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മരണാനന്തരമല്ല സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്ന് നാം അറിയേണ്ടത്, എന്ന് നാം അനുഭവിക്കേണ്ടത് മരിക്കുന്നതിന് മുൻപാണ്, ഇപ്പോഴാണ്, ഈ ലോകത്തിൽ, ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ്. നമ്മെ ഏത് ജീവിത സാഹചര്യത്തിൽ കൊണ്ടാക്കിയാലും അവിടെ സ്വർഗം അനുഭവിപ്പാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നാം സ്വർഗത്തിൽ പോകും. അല്ല, നമ്മെ ഏത് സാഹചര്യത്തിൽ കൊണ്ടാക്കിയാലും അവിടെ നരകം സൃഷ്ടിക്കാനാണ് നമ്മുടെ കഴിവെങ്കിൽ നാം തീർച്ചയായും നരകത്തിൽ പോകും. ഞാൻ പുരോഹിതന്മാരെയോ മെത്രാന്മാരെയോ പരാമർശിക്കരുതെന്ന് പലരും വളരെ കർശനമായിട്ട് എന്നോട് ഈ കാര്യങ്ങളിൽ പറയുന്നുണ്ട്.
എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഇടയിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തുവാൻ നിലവിലുള്ള വ്യവസ്ഥിതിയോട് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ ഒരു മാർഗവുമില്ല. കാരണം അവർ സ്വകാര്യ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ എനിക്കത് പ്രശ്നമല്ല, ഞാൻ മിണ്ടത്തില്ല. എന്നാൽ ഇത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടും ഇത് മാറാതെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടും ഇത് മാറേണ്ട ആവശ്യമില്ല എന്ന് പലരും ശഠിക്കുന്നത് കൊണ്ടുമാണ് നിരന്തരമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പരാമർശിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാളൊരു ബിഷപ്പായി അവരോധിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ആ സ്ഥാനം ഉപയോഗിച്ച് സ്വർഗത്തെ വെളിപ്പെടുത്താൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ വ്യക്തിത്വം എപ്രകാരമാണ്? നരകത്തെ സാക്ഷീകരിക്കുന്ന വ്യക്തിത്വമാണ്. തിരുവനന്തപുരത്ത് ആസ്ഥാനമായ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ സൗത്ത് കേരള ഡയസിൻ്റെ ബിഷപ്പായിരുന്നു അടുത്ത കാലം വരെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മോഡറേറ്റർ. അദ്ദേഹത്തെ കൊണ്ട് വിശ്വാസികൾ അനുഭവിച്ച വീർപ്പുമുട്ടൽ, ശ്വാസമുട്ടൽ, അപമാനം അവർണ്ണനീയമാണ്. ഒരു മഹായിടവ മുഴുവനും അദ്ദേഹം നരകമാക്കി മാറ്റി. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച അവസരമനുസരിച്ച് നരകമുണ്ട് എന്ന ഒരു സാക്ഷ്യം അദ്ദേഹം നിർവഹിച്ചു. എന്നാൽ അതിലും ഒരു നന്മയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ രാത്രിയുണ്ടെങ്കിൽ പകലുണ്ട് എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ നരകം ഒരു യാഥാർത്ഥ്യമാണെന്ന് ഒരു തിരുമേനി വെളിപ്പെടുത്തിയാൽ, തെളിയിച്ചു കഴിഞ്ഞാൽ, അതിനെ ആശ്രയിച്ച് നമുക്ക് ചെന്നെത്താവുന്ന നിഗമനം എന്താണ്? സ്വർഗവും യാഥാർത്ഥ്യമാണ്. നരകം യാഥാർത്ഥ്യമാണെങ്കിൽ സ്വർഗവും യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ സ്വർഗം യാഥാർത്ഥ്യമാണെങ്കിൽ നരകവും യാഥാർത്ഥ്യമാണ്. കാരണം നരകമില്ലെങ്കിൽ സ്വർഗമില്ല, സ്വർഗമില്ലെങ്കിൽ നരകവുമില്ല. അത് യുക്തിയാണ്. രാവില്ലെങ്കിൽ പകലില്ല, പകലില്ലെങ്കിൽ രാത്രിയില്ല. ഇടത് കൈയില്ലെങ്കിൽ വലത് കൈയില്ല, വലത് കൈയില്ലെങ്കിൽ ഇടത് കൈയില്ല. മനുഷ്യനിപ്പോൾ ലോകത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ഒറ്റ കൈയാണെങ്കിൽ ഇടത് കൈയെന്നോ വലത് കൈയെന്നോ ഒരു ആശയം പോലും ഉണ്ടാകുകയില്ല. അപ്പം അതുകൊണ്ട് നാം സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ? ഞാൻ അതിന് മുൻപ് ചെയ്തൊരു വീഡിയോയിൽ ഇക്കാലത്ത് ഏതാണ്ട് 70 വയസ്സിന് കൂടുതൽ പ്രായമുള്ള എല്ലാവരും എന്നെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, സ്വർഗം എന്നാൽ എന്താണ്? ഞാൻ സ്വർഗത്തിൽ പോകുമോ? സ്വർഗത്തിൽ പോകും എന്ന് വിശ്വസിക്കാനുള്ള ആധാരം എന്താണ്? അപ്പോൾ ഞാൻ അല്പം കുസൃതിയോടെ അവരോട് ചോദിക്കും, സ്വർഗത്തിൽ പോയാൽ എന്ത് ചെയ്യും? പിന്നെ ഉത്തരവില്ല. കാരണം എന്താണെന്നറിയാം? അയാൾ ചോദിക്കാൻ കാര്യം ഇതേ മർമ്മമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ പ്രവർത്തിക്കുകയില്ലേ? സ്വർഗത്തിൻ്റെ മർമ്മം അനുസരിച്ച് നാം ഇപ്പോൾ പ്രവർത്തിക്കുകയില്ലേ? സ്വാർത്ഥത കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല എന്ന് യേശു വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയോടുകൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല, സ്വർഗരാജ്യത്തിലും ഇടമില്ല എന്നത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഏറ്റവും രസകരമായ കാര്യം, സ്വാർത്ഥതയുടെ എന്താ പറയുന്നത്, കൊടുമുടി കയറുന്ന ആളുകളാണ് സ്വർഗത്തിൽ പോകാനായിട്ട് ഏറ്റവും മോഹിച്ചിരിക്കുന്നത്. കാരണം സ്വർഗവും അവരുടെ സ്വാർത്ഥതയുടെ ഒരു മേഖലയാണ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ. ഇനിയും യേശു വെളിപ്പെടുത്തിയത് മാത്രം നാം ആധാരമാക്കി ചിന്തിച്ചു വരികയാണല്ലോ. യേശു എന്തുകൊണ്ടാണ് സ്വർഗരാജ്യം വെളിപ്പെടുത്തിയത്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുവീൻ. അപ്പോൾ 2 രാജ്യങ്ങളുണ്ട്, മനുഷ്യൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ രാജ്യം. വ്യക്തമാണ്. 2 യാഥാർത്ഥ്യങ്ങളുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ലോകമുണ്ട്, പരലോകമുണ്ട്. ഈ ലോകത്തിൽ തന്നെ പരലോകത്തിൻ്റെ പ്രതിബിംബമായ ദൈവത്തിൻ്റെ രാജ്യമുണ്ട്. മനുഷ്യരുടെ രാജ്യങ്ങളുടെ മധ്യത്തിൽ അവയിലെല്ലാം വ്യാപിച്ച് കിടക്കുന്ന ദൈവത്തിൻ്റെ രാജ്യമുണ്ട്. എവിടെയൊക്കെ മനുഷ്യൻ്റെ രാജ്യമുണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ രാജ്യവുമുണ്ട് എന്നതാണ് യേശു നമുക്ക് നൽകിയ ഏറ്റവും മനോഹരമായ വെളിപ്പെടുത്തൽ. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ട് അധികം നാളായില്ല.
കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ഇടയിൽ വേണ്ട പോലെയുള്ള ചിന്തയോ പരാമർശമോ അത് മനസ്സിലാക്കാനുള്ള താല്പര്യവുമല്ല. അപ്പോൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ മുഴുവനും നാം മനുഷ്യരുടെ ഈ ലോകത്തിൽ, മനുഷ്യരുടെ ഈ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ, ഇൻ ദ കിങ്ഡം ഓഫ് മാൻ, അതിൽ അനിവാര്യമായി നാം അനുഭവിക്കുന്ന സാഹചര്യങ്ങളോട് പ്രതികരിക്കേണ്ടി വരുമ്പോൾ നിശ്ചയമായും പ്രതികരിക്കണം. പ്രതികരിക്കാതിരിക്കുക എന്നത് ഒരു പ്രതികരണമാണ്. അത് നിഷേധാത്മകതയുടെ മാത്രം പ്രതികരണമാണ്. അത് അർത്ഥശൂന്യമാണ്. അത് നമ്മുടെ വ്യക്തിത്വത്തെ ശൂന്യമാക്കുന്നതാണ്. ഒരിക്കലും അത് ഒരു ഓപ്ഷനല്ല. പ്രതികരിക്കാതിരിക്കുക, മുഖം തിരിഞ്ഞ് നടന്നു കളയുന്ന പുരോഹിതൻ്റെ അനുയായികളായി പോവുക, യേശുവിൻ്റെ ഉപമയുടെ ഭാഷയിൽ പറഞ്ഞാൽ, അത് നമ്മുടെ ജീവിതത്തെ തികച്ചും ശൂന്യവും അർത്ഥശൂന്യവുമാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയെ നമുക്കില്ല. നാം പ്രതികരിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അനുസരിച്ച് പ്രതികരിക്കണം എന്നതാണ് യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. അങ്ങനെ പ്രതികരിക്കുന്നവർ സ്വർഗമുണ്ട് എന്നും എൻ്റെ ജീവൻ്റെ എന്താണ് പറയുന്നത്, ആയുസ് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല, അത് പരലോകത്തിലും അതിനൊരിടമുണ്ട്, അതിൻ്റെ മാഹാത്മ്യം പരലോകത്തെയും പുൽകുന്നതാണ് എന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് മരണാനന്തരം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി അവർക്ക് വലിയ അങ്കലാപ്പുണ്ടാകേണ്ട കാര്യമല്ല. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്ന ആളുകളുടെ മുഖമുദ്ര എന്താണെന്ന് യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട്. സമൃദ്ധമായ ജീവൻ. സമൃദ്ധമായ ജീവൻ എന്താണ്? എല്ലാവർക്കും ഈ ലോകത്തിൻ്റെ മർമ്മങ്ങളും വിഭവങ്ങളും അനുസരിച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ സമൃദ്ധി ആവശ്യമാണ്. അതിൽ താല്പര്യമുണ്ട്. അതിനെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുക, ക്രിസ്ത്യാനിയാണെങ്കിലും അക്രൈസ്തവനാണെങ്കിലും. എന്നാൽ ഈ ലോകം ഭാഗികമാണ്. ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം അതിൻ്റെ ഭാഗികതയാണ്. ഇത് വേദശാസ്ത്ര പണ്ഡിതന്മാർ മാത്രമല്ല, തത്വശാസ്ത്ര ചിന്തകരും ഇത് പറയുന്നുണ്ട്. നീറ്റ്ഷയുടെ ദ ബർത്ത് ഓഫ് ട്രാജഡി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ലൈഫ് ഈസ് എ സ്ട്രേഞ്ച് പ്ലാന്റ് സ്പ്രിങ്ങിങ് ഫ്രം the terrible soil of primordial suffering. Over a world broken up into fragments, nature laments, for this dismemberment is the very seed of our tragedy. മനുഷ്യൻ്റെ ഇഹലോകവാസത്തിൻ്റെ അരിഷ്ടത എന്താണ്? ജീവിതമെന്ന് പറയുന്ന ഈ വലിയ യാഥാർത്ഥ്യം, അത് ഒരു ഗ്ലാസിൻ്റെ ഒരു മാസ്റ്റർ പീസ് നിലത്ത് വീണ് 1000 കഷ്ണങ്ങളായി പൊട്ടിച്ചിന്നിക്കീറുന്നത് പോലെ ജീവിതം തകർന്നുപോയി. ഒന്നായിരിക്കേണ്ടത് പൊട്ടിച്ചിതറിപ്പോയി. അതിൻ്റെ ഓരോ ചെറിയ കഷ്ണങ്ങൾ മാത്രമാണ് നാം. അതുകൊണ്ട് എപ്പോഴും അപൂർണതയുടെ അരിഷ്ടതയും അടക്കാനാവാത്ത വിശപ്പും ദാഹവും അപകർഷതാബോധവും പേറി നടക്കാൻ നാം നിർബന്ധിതരാണ്. ഇഹലോകവാസം ബുദ്ധഭഗവാൻ പറഞ്ഞതുപോലെ ഇതൊരു ദുഃഖത്തിൻ്റെ സാഗരമാണ്. ഇവിടെ ശാശ്വതമായ സമാധാനമോ നിലനിൽക്കുന്ന സന്തോഷമോ അർത്ഥവത്തായ പ്രവർത്തനങ്ങളോ സാധ്യമല്ല. 20-ാം നൂറ്റാണ്ടിൽ വളരെയധികം പ്രീതിയാർജിച്ച എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫേഴ്സൊക്കെ പറഞ്ഞത് മനുഷ്യൻ്റെ ഇഹലോക ജീവിതം തന്നെ ഒരു രോഗമാണ്. ലൈഫ് ഈസ് എ ഡിസീസ്. ലൈഫ് ഈസ് എ ഡിസീസ് എന്നാണ് അവിടെ കണ്ടുപിടുത്തത്. അതിലർത്ഥമുണ്ട്, തീർച്ചയായും അർത്ഥമുണ്ട്. ആ രോഗത്തിന് പ്രതിവിധിയായിട്ടാണ് യേശു വന്നത്. ജീസസ് ഹീൽഡ് നോട്ട് ഓൺലി ഇൻഡിവിജ്വൽസ്, ജീസസ് ഹീൽഡ് എക്സിസ്റ്റൻസ് ഇറ്റ് സെൽഫ്. മനുഷ്യൻ്റെ അവസ്ഥയെ, അതിന് രോഗശാന്തി നൽകുവാനാണ് യേശു വന്നത് എന്ന വ്യാപകമായ ബൃഹത്തായ ഒരു ദർശനം നാം ആർജിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വേദപുസ്തകത്തിൽ നല്ല സൂചനകളുണ്ട്. ഇപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ 21-22 അധ്യായങ്ങളിൽ സ്വർഗീയ നഗരത്തെ വിശേഷിപ്പിക്കുമ്പോൾ അതിൻ്റെ മധ്യേ ഒരു
നദി ഒഴുകുന്നു, അത് ജീവജലം. യേശു പറഞ്ഞു ഞാൻ ജീവജലമാണ്, അത് യേശുവാണ്. അതിൻ്റെ ഇരുകരയിലും വൃക്ഷങ്ങൾ വളരുന്നുണ്ട്. അതിൻ്റെ ഇലകൾ രാഷ്ട്രങ്ങൾക്ക് രോഗശാന്തി വരുത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 1-2 പേർക്കല്ല, രാഷ്ട്രങ്ങൾക്ക് അതുപോലെ തന്നെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ ദേവാലയത്തിൻ്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആത്മീയ ജീവിതത്തിൻ്റെ ജലം അതൊഴുകിപ്പോകുന്നു. അത് പോകുന്ന ഇടങ്ങളിലെല്ലാം അതിൻ്റെ ഇരുകരകളിലും വൃക്ഷങ്ങൾ തഴച്ചു വളരുന്നു. അവയുടെ ഇല ലോകത്തിന് രോഗശാന്തി വരുത്തും. അങ്ങനെ ഒരു വിശാലമായ ദർശനമുണ്ട്. ഞാനത് കൂടുതലായി വിവരിച്ചാൽ സമയം കൈവിട്ടു പോകും. അപ്പോൾ നാം ദൈവരാജ്യം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൽ കാലൂന്ന് നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്ന സഭ എന്നത് ദൈവരാജ്യത്തിൻ്റെ ഇഹലോക ആവിഷ്കാരമാണ്. ചർച്ച് ഈസ് ദി എംബോഡിമെൻ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സഭയിൽ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ലോകത്തിൽ അങ്ങനെയാണെന്ന് പറയും. ഈ ലോകത്തിലാകുമ്പോൾ അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഡൽഹിയിലെ ബിഷപ്പ് അതിലെ 20% സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കണമെന്നും അത് അദ്ദേഹം അതിനുള്ള ആളുകളെ കണ്ടുപിടിച്ച് അഡ്മിഷൻ നടത്താമെന്നും അതിലെനിക്ക് നിയന്ത്രണം ഉണ്ടാകത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. ഞാനതിനെ എതിർത്തപ്പോൾ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ മോഡറേറ്ററായിരുന്ന ഫിലിപ്പ് മറാൻഡി, എൻ്റെ കൂടെ തിയോളജി പഠിച്ച വ്യക്തി, എന്നെ കാണാൻ വന്നിട്ട് ചോദിച്ചു, അങ്ങനെ സ്ഥാപനങ്ങളിൽ കൂടെ പണമുണ്ടാക്കാൻ സഭയ്ക്ക് അവകാശമില്ലെങ്കിൽ സഭ എങ്ങനെയാണ് നടക്കേണ്ടത്? അപ്പോൾ ഇഹലോകത്തിൻ്റെ മർമ്മം അനുസരിച്ച് മാത്രമേ സഭ പ്രവർത്തിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് വിശ്വസിക്കുക മാത്രമല്ല കട്ടായം പിടിക്കുന്നവരാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് എന്നത് അനുഭവം കൊണ്ട് ഞാൻ വ്യക്തമായി അറിഞ്ഞതുപോലെ മറ്റനേകരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നിരന്തരം സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു ചുമതല എനിക്കുള്ളത്. ഞാനത് നിർവഹിക്കുന്നു. അത് അരോചകമായിട്ട് തോന്നിയാലും ഇല്ലെങ്കിൽ ഞാൻ നിർവഹിച്ചുകൊണ്ടേയിരിക്കും, സംശയിക്കേണ്ട. കാരണം ഈ മിഥ്യയുടെ അടിമകളായി എൻ്റെ സഹോദരന്മാർ കിടന്ന് നശിച്ചു പോകുന്ന ഈ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ നേരെ കണ്ണടയ്ക്കുവാൻ സാമാന്യ മര്യാദയുടെ പേരിൽ എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് എന്നോട് അതൃപ്തിയുള്ളവർ അതൃപ്തി കൂടുതലായി വളർത്തിക്കൊണ്ടുപോകൂ. എനിക്ക് യാതൊരു പരാതിയുമില്ല. പക്ഷേ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ചില ആളുകളെ സന്തോഷിപ്പിക്കാനോ കൈമണി അടിക്കാനോ അവർക്ക് യാഥാർത്ഥ്യബോധമില്ലാത്ത സുഖമുണ്ടാക്കി കൊടുക്കാനോ അല്ല. ഇത് പ്രവാചക ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി മാത്രം ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ്. ഇതൊരു ചാനലല്ല. ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതാണ്, ഇതൊരു ചാനലല്ല, ഒരു ചോനലുമല്ല. ഇത് ദൈവികമായ സത്യങ്ങൾ പ്രവാചക ശബ്ദത്തിൽ വിളിച്ചറിയിക്കുവാൻ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരാത്മീയമായ പ്രസ്ഥാനമാണ്, സ്ഥാപനമല്ല. ദയവായി മനസ്സിലാക്കുക. അപ്പോൾ ദൈവരാജ്യത്തെ സാക്ഷീകരിക്കാനായി വിളിച്ചാക്കപ്പെടുന്ന സഭ അത് പ്രവർത്തിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഇഹലോകത്തിൻ്റെ മർമ്മങ്ങളനുസരിച്ച് മാത്രമാണെങ്കിൽ അത് ദൈവരാജ്യമെന്ന് പറയുന്നത് ഒരു വെറും മിഥ്യയാണ് എന്നൊരു സാക്ഷ്യം മാത്രമേ ഇത് നൽകുന്നുള്ളൂ എന്നത് കഷ്ടം. വിശ്വാസികൾ അമ്പയെ മറന്നു പോകുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ മടിക്കുന്നു. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. ദയവായി മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ചിന്തകൾ ഉപസംഹരിക്കുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. സ്വർഗമുണ്ടോ നരകമുണ്ടോ? അനേക തെളിവ് നമ്മൾ ഓരോരുത്തരുമാണ്. ജീവിത സാഹചര്യങ്ങളിൽ നാം പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ നാം അവലംബിക്കുന്ന മർമ്മം, മാനദണ്ഡം, കാഴ്ചപ്പാട്, ദർശനം അത് ഈ ലോകത്തിൻ്റെ മാത്രമാണെങ്കിൽ സ്വർഗവും നരകവും മിഥ്യയാണ് എന്ന് നാം നിരന്തരം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അല്ല, നാം പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഇഹലോക മർമ്മങ്ങൾക്ക് അതീതമായി സ്ഥിതി ചെയ്യുന്ന മർമ്മങ്ങൾ പ്രാവർത്തികമായി പ്രയോഗിച്ച് അതിൻ്റെ മേന്മയും ഗുണഫലവും അതിൻ്റെ ക്രിയാത്മകമായ ബലവും ക്രിയേറ്റീവ് പവർ നാം വെളിപ്പെടുത്തുമ്പോൾ സ്വർഗവും നരകവും ഒരു യാഥാർത്ഥ്യമാണ് എന്നതിനെ നാം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്ന ആളുകൾക്ക്
അവർ സ്വർഗത്തെ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ സ്വർഗത്തിൻ്റെ അവകാശവും, അവർ നരകത്തെ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ നരകത്തിൻ്റെ അവകാശവും ഉണ്ടായിരിക്കും എന്നതാണ് യേശുവിൻ്റെ പഠിപ്പീരുകളെ ഒരു ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, ധ്യാനനിരതനായി മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അതിനോടനുബന്ധിച്ച് തന്നെ ലോക യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങൾ, ഓരോ വ്യക്തികളുടെയും പ്രവർത്തന രീതിയും ശൈലിയും അതിൽ കൊണ്ട് ഉദ്ഭവിക്കുന്ന സ്വർഗവും നരകവും വ്യക്തിപരമായി അനുഭവിപ്പാനും കാണുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനോ നിങ്ങളോട് പറയുന്നു, സ്വർഗമുണ്ട്, നരകമുണ്ട്. നാം ഓരോരുത്തരും അതിൻ്റെ സാക്ഷികളാണ്. ചിലർ നരകത്തിൻ്റെ സാക്ഷികൾ, ചില സ്വർഗത്തിൻ്റെ സാക്ഷികൾ. അത്രമാത്രം. ഏവർക്കും നന്ദി.